ഞമ്മക്കാണിച്ചാൽ ഈ പെരുമാറ്റ ശാസ്ത്രം തീരെ അറിയില്ല. അറിയാം, നമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ എന്ത് ചെയ്യും? ഒരു ബെല്ലടിച്ചു, മറുപടി കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ പിന്നെ അടിച്ചു വരും. അല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടാമത് അപ്പൊ തന്നെ അടിച്ചു വരും. അപ്പൊ തന്നെ അടിച്ചു, അതിന് മറുപടി അപ്പൊ തന്നെ മൂന്നാമത് അടിച്ചു വരും. അപ്പൊ തന്നെ നാലാമത്. യാ റബ്ബ്. നാളെ ഒരു പെരിയില് ഒരു ചങ്ങായികൾ പോയി ബെല്ലടിച്ചു, 1 2 3 മറുപടി കിട്ടാത്തപ്പോ നാലാമത്തത് ഇങ്ങനെ നന്നാണ്ട് അടിച്ചു, ബെല്ലെടുക്കാതെ. അപ്പൊ ഒരു ചെറിയ കുട്ടി വന്നിട്ട് വാതിലും ഇങ്ങനെ തുറന്നു നോക്കി, ചെറിയൊരു കുട്ടി. അപ്പൊ ഈ ബെല്ലടിച്ചവർക്ക് ദേഷ്യം പിടിച്ചു, ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് ഈ കണ്ണിയാങ്ങിയാ വീണെന്ന് വെച്ചു. ഞമ്മക്ക് ക്ഷമല്ല, വർത്താനത്തിന് ലൈസൻസും ഇല്ല. ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെ ബെല്ലടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നേരം വെളുക്കോളം ഉറങ്ങാത്ത കുട്ടി അപ്പാണ് തൊട്ടിലിട്ടിങ്ങാണ്ട് ഉമ്മാക്ക് കാണാതെ കിട്ടുന്ന ബെയ്ത്ത് മുഴുവൻ ചെല്ലിങ്ങാണ്ട് കുട്ടി അപ്പാണ് ഉറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ പോയി ബെല്ലടിച്ചത്. പിന്നെ ഒരു വെല്ലുമ്പോ നിർത്തിയല്ല, അടിച്ചേ. വീട്ടിൽ സുഖമില്ലാത്ത ഉമ്മണ്ട്, ഉമ്മാക്ക് രാത്രി വേദനയായിട്ട് ഇതുവരെ ഉറക്കം വന്നില്ല, എപ്പോഴാണ് കടന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ എന്താക്കുന്നത്? ബെല്ലടിക്കണം. ഇതൊക്കെ ഒരു വീട്ടിലില്ലേ? അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാൾ വിളി കേൾക്കണില്ലേ, 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് വിളിക്കുള്ളൂ. മര്യാദ കണ്ടങ്ങൾ. ഒരു വീട്ടിന്റെ അകത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലാണ്, ബെല്ലടിച്ചു, ആരും തുറക്കണില്ലെങ്കിൽ ഒന്ന് കാക്കണം, എന്നിട്ടേ രണ്ടാമത് അടിക്കാം. എന്തുകൊണ്ട്? നമ്മൾ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകണം, അതിനിപ്പോ ബെല്ലടിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ കാക്കണം. എന്താ കാര്യം? എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ട്, പിന്നെ ആരുണ്ട്? മകന്റെ ഭാര്യ ഉണ്ട്. അപ്പൊ ഉമ്മയും മരുവളും അവിടെ ഉണ്ട്, ഞാനും അവിടെ ഇല്ല, മകനും അവിടെ ഇല്ല. ഒരു 2 പെണ്ണുങ്ങൾ മാത്രമേ. ഓർക്ക് സ്വാതന്ത്ര്യമാണോ? അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും മരുവൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മരുവൾ ആ ഡൈനിങ് ഹാളിൽ തന്നെ ഓൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മാക്സി ഒക്കെ പൊന്തിച്ചു പിടിച്ചാണ്ട് കാലിന്റെ തോളമ കുട്ടനെ കടത്തിയിട്ട് എണ്ണ വെച്ച് കൊടുക്കണ്ടാവും, അല്ലേ? ഞാൻ ലൈസൻസ് ഇല്ലാതെയാണ് കയറി ചെന്നാൽ കാണാൻ പാടില്ലാത്തത് മകളാണെങ്കിൽ കാണാൻ പറ്റും, മരുവളാണെങ്കിൽ കാണാൻ പറ്റും. ഒന്ന് കാത്തു നിൽക്കണം. അതാണ് എന്റെ മര്യാദ. നമ്മൾ ബെല്ലടിച്ചപ്പത്തിന് തുറക്കായിട്ടാണ് ദേഷ്യം പിടിച്ചത്. അഖ്ലാഖുദ്ദീൻ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട്. അതിനാണ് നമ്മളെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് പുറത്ത്. അതിനെന്താ പറയാ? ആ പുറത്തെ സ്ഥലത്തിന് എന്താ പറയാ? സിറ്റ് ഔട്ട്. അതിന്റെ മൈനെന്ന് പറഞ്ഞാണ് സിറ്റ് ഔട്ടിന്റെ മൈനെന്ന് പറഞ്ഞാണ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാ പുറത്തിരിക്കുക, പാഞ്ഞിന് കയറാൻ നിൽക്കണ്ട. അതന്നെ അതിന്റെ അർത്ഥം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔത്തുള്ളവരോട് പുറത്തിരിക്കാൻ പറഞ്ഞതാണ്. അല്ല പിന്നെന്താ? പുറത്തുനിന്ന് വരുന്നവനോട് അവിടെ ഒരു 3 കസേരയുണ്ട്, ഒരു ഫാനും ഉണ്ട്, അത് ഇട്ടുങ്ങാണ്ട് അവിടെ ഇരിക്കാൻ ആരോടും ചോദിക്കണ്ട, അത് അതിനായിട്ട് വെച്ചതാണ്. സിറ്റ് ഔട്ട്, പുറത്ത് അവിടെ ഇരിക്കാം, എന്നിട്ട് തുറക്കുമ്പോ കയറിയാൽ മതി. അതിനാണ് സിറ്റ് ഔട്ട് വെച്ചത്. നിങ്ങളത് സിറ്റ് ഔട്ട് വെച്ച് കണ്ടാണ് പാഞ്ഞാണ് കയറില്ല. ഒരാള് വന്നാൽ എനിക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാലോ, അല്ലേ? സിറ്റ് ഔട്ട്. ഓരോരോ വാക്കിനൊരു അർത്ഥമല്ലേ? നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഒരു വലിയ ബോർഡ്, എന്താ ബോർഡ് എഴുതിക്കണേ? ഹോട്ടൽ. അപ്പൊ നമുക്ക് സന്തോഷമായി. എന്തുകൊണ്ട്? ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ള ഭക്ഷണം. ഹോട്ട് എന്ന് പറഞ്ഞാ ഹോട്ട്, ചൂടുള്ള ഭക്ഷണം. ഹോട്ടലിൽ കയറിയ ഏത് ഭക്ഷണം കിട്ടണം? ചൂടുള്ളത് കിട്ടണം. തണുത്തത് കഴിച്ചാൽ അവിടെ പോണം. അത് ശരി, മുട്ടക്കറിന്ന് എല്ല് കിട്ടുകയാണിച്ചാ പിന്നെ എന്തിനാ മുട്ടക്കറി എടുത്ത്? അല്ല വട്ടായി. നമ്മൾ ഓരോന്നിനും ഓരോ അർത്ഥല്ലേ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഒരാൾ വിളിച്ചിട്ട് റസൂലുള്ള പുറത്തേക്ക് വരുന്നില്ല. മൂപ്പര് കുറച്ചേരം ഇങ്ങനെ കാത്തിട്ട് ഉള്ളിക്ക്, ഈത്തപ്പനന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കെട്ടിണ്ടാക്കിയ വീടല്ലേ, ആ വീട്ടിന്റെ ഉള്ളിക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ഒരു അത്ഭുതം കാണുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു അത്ഭുതം കാണുകയാണ്. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ അകത്ത് കുട്ടികളെ കളിപ്പിക്കാണ്. ആരാണ് അവിടെ ഉള്ളത്? 3 കുട്ടികളുണ്ട്. ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിന്റെ മക്കളാണ്. മറ്റേതാരാണ്? മറ്റേത് റസൂലുള്ളാഹിന്റെ മൂത്ത മോളുണ്ടായിരുന്നു സൈനബ് വഫാത്താകുന്നത് ഹിജ്റയുടെ 8-ാം വർഷമാണ്. 8-ാം വർഷം സൈനബ് വഫാത്താകുമ്പോൾ ഒരു കുട്ടിയുണ്ട്, ഉസാമ. ആ കുട്ടി അവിടെ ഉണ്ട്, ഉമ്മ പോയ കുട്ടിയാണ്. അല്ലാഹു റബ്ബി, ആ കുട്ടി 3 കുട്ടികൾ റസൂലുള്ളാഹിന്റെ ഒപ്പം കളിക്കുക. എങ്ങനെ കളിക്കണത്? ആ സ്വഹാബി പറയാണ്, ഞാൻ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ള ഇങ്ങനെ സുജൂദ് കിടക്കണമായിരിക്കും, മുട്ടുംകാലം ഇങ്ങനെ കുത്തിയിട്ട് കയ്യും കുത്തിയിട്ട് 2 കുട്ടികൾ പുറത്ത് കയറി ഇരുന്നിക്കണ്. 3-ാമത്തെ കുട്ടി
കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക. ഇതാണ് ആര് കാണുന്നത്? പുറത്ത് കാത്തു നിൽക്കുന്ന സ്വഹാബി കാണുന്നത്. നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നമ്മൾ നല്ല പോലെ പരിപാലിക്കണം, മക്കളെ നമ്മൾ നല്ല പോലെ കൃപയിൽ വളർത്തണം, മക്കളെ നല്ല പോലെ കൃപയിൽ വളർത്തണം. ഇഞ്ഞപ്പോലത്തെ മോര്യാന്മാരാണ് വെച്ചാൽ ചെറിയ കുട്ടികളെ എടുക്കാൻ തന്നെ നിൽക്കില്ല. അപ്പൊ അതിനൊക്കെ കുപ്പായത്തിൽ എന്തെങ്കിലും ആകുമോ എന്നുള്ള വേച്ചാണ്. നമ്മുടെ മക്കൾക്ക് നല്ല കൃപ കൊടുക്കണം. അപ്പൊ മക്കൾക്ക് നല്ല കൃപ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നല്ല ബഹുമാനം കിട്ടും. അത് ഏത് സമയത്ത്? ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഓ ഉമ്മമാര് ഉപ്പമാരെ, മക്കളോട് നല്ല കൃപ കാണിക്കുക. എങ്കിൽ തീർച്ചയായും മക്കളിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ബഹുമാനം കിട്ടും, അനുസരണം കിട്ടും. ഇപ്പൊ നമ്മളെ മാതാപിതാക്കളൊക്കെ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാലമാണ്. പറഞ്ഞിട്ട് കാര്യമല്ലോ ഉസ്താദേ, ഒക്കെ ആഖിർ സമാന്റെ മക്കളാണ്. പിന്നെ വാപ്പാരൊക്കെ അവ്വൽ സമാന്റെ. നമ്മൾ തമ്മിലിപ്പോ കുറ്റപ്പെടുത്തല്ലേ ഞാൻ പറഞ്ഞത്. കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമല്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എന്റെ മകൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. അപ്പൊ അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ മകൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശപിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും നന്നാവൂലടാ. അങ്ങനെ ഉണ്ടല്ലോ വർത്താനം നമുക്ക്. അങ്ങനെ വല്ല ശപിച്ച വാക്കും മകനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്നാ പിന്നെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ, മാതാപിതാക്കൾ ഒരു സാഹചര്യത്തിലും മക്കളെ ശപിച്ച് പറയരുത്. ഓളൊന്നും കുരുത്തം പിടിക്കൂല, ഓനൊക്കെ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു വാക്ക് മാതാപിതാക്കൾ പറയാൻ പാടില്ല. ഉമ്മ ഉപ്പ എന്ന് പറയുന്നത്, ഓ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കറിയോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മോള് ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമത്തു സഹറ, റസൂലുള്ളാഹിക്ക് 7 മക്കളാണ്. 3 ആൺമക്കളും 4 പെൺമക്കളും അല്ലേ? 3 ആൺമക്കളാരൊക്കെ? ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കുട്ടിയും ചെറുപ്പത്തിലേ മരിച്ചു. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയയിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ജനിക്കുന്നത് റസൂലുള്ളാഹിക്ക് 60 വയസ്സിന് അടുത്തെത്തുമ്പോഴാണ്. കുട്ടിക്ക് 1.5 വയസ്സാകുന്ന സമയത്ത് കുട്ടിയും മരിച്ചു. യാ റബ്ബ്, 3 ആൺകുട്ടികൾ, 3ഉം നേരത്തെ മരിച്ചു. ഒരു വാപ്പ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹിനെ ഒന്ന് പഠിച്ചു നോക്കാൻ നിങ്ങൾ. ഒരു വാപ്പ എന്ന അർത്ഥത്തിൽ ഒന്ന് പഠിച്ചു നോക്കി. ആരാണ് റസൂലുള്ളാഹി തങ്ങൾ? ചെറിയ പ്രായത്തിൽ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചിരിക്കണം. 6ാമത്തെ വയസ്സിൽ ആര് മരിച്ചിരിക്കണം? ഉമ്മ മരിച്ചിരിക്കണം. 8ാമത്തെ വയസ്സിൽ ആര് മരിച്ചിരിക്കണം? മൂത്താപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചിരിക്കണം. പിന്നെ ആരാളുള്ളത്? ഓർത്ത് നോക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്ന കുട്ടി, ആദ്യത്തെ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ മരിച്ചു. 2ാമത്തെ ആൺകുട്ടി മരിച്ചു. 3ാമത്തെ ആൺകുട്ടി മരിച്ചു. ഇനി ആരാളുള്ളത്? 4 പെൺകുട്ടികൾ. 4 പെൺമക്കളെ നോക്കണം നമ്മൾ. ഒന്ന് സൈനബ് റളിയല്ലാഹു അൻഹ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ മനസ്സുകൊണ്ട് പതറിപ്പോവുകയാണ്.